ഓക്കെ, സോ ഹൈ ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ LDC ആയിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങൾ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് LDCയുടെ ജില്ലാതലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞൊരു കാര്യമാണ്, വേക്കൻസീസ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, LDCയുടെ നിയമനം പല ജില്ലകളിലും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത് അല്ലേ. അല്ലാതെ വേക്കൻസീസ് വെട്ടിക്കുറയ്ക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്നും LDയുടെ കേസിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ലാസ്റ്റ് ഇയറിലേക്ക് വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ട് കുറച്ച് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ മറ്റു കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, വേക്കൻസി ഒന്നും റിട്ടയർമെന്റ് കുറവായതുകൊണ്ടോ പ്രൊമോഷൻ കുറവായതുകൊണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ടാണ് അല്ലേ. വേക്കൻസി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ എന്താണ്, LDCയുടെ കേസിൽ വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് നടക്കും, നിയമനങ്ങൾ നടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, LDCയുടെ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ജില്ലകളിലും എത്രയൊക്കെ ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 നമുക്ക് നോക്കാം. അപ്പോൾ നിലവിൽ ടോട്ടൽ എല്ലാ ജില്ലകളിലും കൂടി 147 ഒഴിവുകളാണ് അല്ലെ. 147 ഒഴിവുകളാണ് എല്ലാ ജില്ലകളിലും കൂടി എന്ത് ചെയ്തിരിക്കുന്നത്, നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്, തിരുവനന്തപുരത്തും. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലും ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ചില ജില്ലകളിൽ എന്താണ്, പല ജില്ലകളിലും 10ൽ കൂടുതൽ ഒഴിവ് വന്നിട്ടുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ എത്രയാണ്, 19 എണ്ണമാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അതുപോലെ കൊല്ലത്ത് എത്രയാണ്, 12 വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. കൊല്ലത്ത് 12 വേക്കൻസീസ് ആണ്. പത്തനംതിട്ടയിലും എത്രയാണ്, 10 വേക്കൻസീസ് ആണ്. അതുകൂടാതെ ഇടുക്കിയിൽ 12 എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് 13 എണ്ണമാണ്. തൃശ്ശൂർ 13 എണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ ഏതാണ്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, ഇവിടെ എല്ലാം എന്താണ് 16, 15, 10 വീതമാണ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിക്ക ജില്ലകളും എന്തുണ്ട്, 10ൽ കൂടുതൽ വേക്കൻസീസ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാലക്രമേണ എന്ത് ചെയ്യും, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LDCയുടെ കേസിൽ നിലവിൽ എന്താണ്, വേക്കൻസീസ് വെട്ടിക്കുറയ്ക്കാനോ നിയമനം വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ. ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസീസിന്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സെക്കൻഡ് ഫേസിലേക്ക് കടക്കുമ്പോൾ കൂടുതലായിട്ട് നിയമനങ്ങൾ നടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന LDയുടെ കേസിലാണെന്നുണ്ടെങ്കിലും നിലവിലെ നിയമന നില അല്ലെങ്കിൽ നിലവിൽ നടക്കുന്ന അഡ്വൈസുകളുടെ എണ്ണം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, വരാൻ പോകുന്ന ലിസ്റ്റിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ. LDയുടെ കേസിൽ അങ്ങനെയാണ്. പക്ഷേ ചില എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ LP UP ആണെങ്കിലും മറ്റ് കേസുകളാണെന്നുണ്ടെങ്കിലും മറ്റ് കുറേ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വരാൻ പോകുന്ന ലിസ്റ്റിലും എന്ത് ചെയ്യാം, ഈ രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ LDയുടെ കേസിൽ നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഈ കൃത്യമായിട്ട് ഇനി കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിയമനങ്ങൾ നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് LDയുടെ കേസിൽ നമുക്ക് ഒരിക്കലും നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് വെച്ചിട്ട് അടുത്ത ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. ഇപ്പോൾ കൂടുതലാണെന്ന് വെച്ചാൽ അടുത്ത തവണയും കൂടുതലായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് ഒക്കത്തില്ല. സോ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, എത്ര വേക്കൻസീസ് അല്ലെങ്കിൽ എത്ര നിയമനം നടക്കുന്നു ഉള്ളതിനപ്പുറത്തേക്ക് എത്ര കുറവ് നിയമനം നടന്നാലും അതിലൊരെണ്ണം തങ്ങളുടെ പേരായിരിക്കും എന്നുള്ള കോൺഫിഡൻസോടുകൂടി എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതിനാണ് അല്ലേ. 100 ആണെങ്കിൽ ആ 100ൽ ഒരെണ്ണമാകുമെന്ന് ഉറപ്പിക്കുക, 150 ആണെങ്കിൽ ആ 150ൽ ഒരെണ്ണമാകുമെന്ന് ഉറപ്പിക്കുക, ഇനി 50 ഉള്ളെങ്കിൽ അതിൽ ഒരെണ്ണമാകുമെന്ന് ഉറപ്പിക്കുക അല്ലേ. സോ ലോങ് ടേം ആയിട്ട് കൃത്യമായിട്ട് അത് കണക്കൂട്ടി പഠിച്ചാൽ മാത്രമേ LDക്ക് എന്നല്ല ഇനി അങ്ങോട്ടുള്ള ഏതൊരു എക്സാമിലാണ് എന്നുണ്ടെങ്കിലും ജസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ള ട്രെൻഡൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. വെറുതെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് സെക്യൂർ ആണ് എന്ന് പറയാനായിട്ട് പറ്റുമോ, ഇല്ല. സോ വെറുതെ റാങ്ക് ലിസ്റ്റിലേക്ക് പേര് വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരിക എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ഇമ്പോർട്ടൻറ്റ്. അതിനെ റാങ്ക് ലിസ്റ്റിലേക്ക് ഹയർ പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. വെറുതെ എന്തെങ്കിലും പഠിച്ച് കട്ട് ഓഫ് ജസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ആവരുത് ഇനി അങ്ങോട്ടുള്ള എക്സാമുകളുടെ ഒന്നും ട്രെൻഡ് എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. നമുക്ക് വന്നാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും എന്ന് പറയുന്നതും എല്ലാം എന്താണ്, കുറേ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. സോ അത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ലോങ് ടൈം ആയിട്ട് നമുക്കറിയാം, ഏറ്റവും അധികം ആളുകൾ എഴുതുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റുമാണ്. അതുപോലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാമുമാണ് അല്ലേ. ഓൾമോസ്റ്റ് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഏത് എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ട്, LDC എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ട്. സോ അതിനെല്ലാം ഓവർകം ചെയ്ത് ഒരു പടി മുന്നിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് നിർബന്ധമാണ്, നമുക്ക് ഈ പറയുന്ന പോലെ ഒരു എക്സ്ട്രാ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ് അല്ലേ. സോ ലോങ് ടേം പ്രിപ്പറേഷൻ തന്നെയാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന LDCക്കുള്ള അടുത്ത വർഷം വരാൻ പോകുന്ന എക്സാമിന് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ് അല്ലേ. 150 ഡേയ്സ് 150 ദിവസം കൊണ്ട് ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിസിലുള്ള ഒരു കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത് കേട്ടോ. ഒരു കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്നത്. സോ എന്തൊക്കെ പഠിക്കണം, പലർക്കും ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പഠിക്കണം, ഓരോ ദിവസം എത്ര നേരം പഠിക്കണം, ഇതൊക്കെ ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയും ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ നിങ്ങൾ ഓരോ ദിവസവും എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കണം, അതിൻ്റെ ക്ലാസ്സുകളും കൃത്യമായിട്ടുള്ള നോട്ട്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓരോ ദിവസവും പ്രോപ്പർ സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ബേസിസിൽ നമ്മൾ ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിലബസ് നമ്മൾ മാക്സിമം ഏർലി തന്നെ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യുകയും ചെയ്യും. അതിനകത്ത് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓക്കെ, സോ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് PYQ ബേസ്ഡ് റിവിഷൻസ് ഉണ്ടായിരിക്കും. ഓരോ സബ്ജക്ട്സിന്റെയും PYQ ബേസ്ഡ് റിവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
ആൻഡ് റിവിഷൻ കൂടാതെ തന്നെ റെഗുലർ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട PYQs അനലൈസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് അസസ്മെന്റൽ ഓപ്ഷനും ഉണ്ടല്ലോ, ഏതൊക്കെ ഏരിയാസിലാണ് വീക്ക്, ഏതൊക്കെ ഏരിയാസിലാണ് സ്ട്രോങ്, എവിടെയൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കണം, ഇതൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്കറിയാം ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ന്യൂ SCRT വളരെ വലിയൊരു സോഴ്സ് തന്നെയാണ് അല്ലെ, ക്വസ്റ്റ്യൻസിന്റെ വളരെ വലിയൊരു സോഴ്സ് എന്ന് പറയുന്നത് ന്യൂ SCRT ആണ്. അപ്പോൾ SCRTയുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ വൈസ് ക്ലാസ്സും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വി ഓൾസോ ഹാവ് കറന്റ് അഫയേഴ്സ് സെക്ഷൻസ് റെഗുലർ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ LDC 2020 ക്രാക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അത്രയ്ക്ക് ക്വാളിറ്റിയാണ്, നമുക്ക് അത്രയും കോൺഫിഡൻസ് ആണ്, കാരണം മറ്റാരും നൽകാത്തൊരു ഓഫറാണ്. ജോലി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പകുതി ഫീസ് എടുത്താൽ മതി. കാരണം ജോലി കിട്ടാനുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ 100% ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഓഫർ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാം, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ എത്രയും പെട്ടെന്ന് വിളിക്കുക, അഡ്മിഷൻസ് ഉറപ്പ് വരുത്തുക. പ്രിപ്പറേഷൻസ് ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ.